ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? അയോധ്യയിലോട്ടാണ് കേട്ടോ. കൊണ്ട് അയോധ്യ എങ്ങനെ ചുറ്റിക്കറങ്ങാം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ChatGPT സഹായത്തോടെയാണ് ഞാൻ ഈ പ്ലാൻ തയ്യാറാക്കിയത്. ഫസ്റ്റ് നമ്മൾ പോയത് റാം മന്ദിറിലോട്ടാണ്. ഇതാണ് റാം മന്ദിർ എന്ന് പറയുന്നത്. അകത്തൊരു തിങ്സും കയറ്റത്തില്ല, എല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വയ്ക്കണം. അവിടെ ഒരുപാട് അമ്മൂമ്മമാർ ഇതുപോലെ നമുക്ക് ഭസ്മത്തിൽ ഇങ്ങനെ ഇട്ട് തരാൻ വേണ്ടി ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇട്ട് തരാനുണ്ട്, പൈസ കൊടുക്കണം. ഇതാണ് റാം മന്ദിർ എന്ന് പറയുന്നത്. ഇതിൽ ഒരു തിങ്സ് നമുക്ക് അകത്തോട്ട് കയറ്റത്തില്ല, ഫുൾ ചെക്കിംഗ് ആണ്. ഒരു സാധനം പോലും അകത്ത് കയറത്തില്ല. നമ്മളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം അകത്ത് കയറാൻ. ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ പ്രധാനമായിട്ട് നമുക്ക് പ്രസാദം കിട്ടുന്നത് കഞ്ഞി. ഇതാണ് കഞ്ഞി, ഒരു ഗ്ലൂക്കോസ് വെള്ളവും കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഹനുമാൻ ഗാർഹിയിലോട്ട്. അവിടെ നല്ല തിരക്കാണ്. ഇതാണ് ഹനുമാൻ ഗാർഹി. ഇവിടെ ഒന്നും ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. അടുത്ത മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കനകഭവനാണ്. അവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും അങ്ങനെയൊക്കെ നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കിട്ടും കേട്ടോ. കുറേ വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ കിട്ടും. ഞാൻ അവിടെ നിന്ന് ലസ്സി ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് സരയൂ റിവറിലോട്ടാണ്. ഇതാണ് സരയൂ റിവർ. അവിടെ ഭയങ്കര പൊടിയായിരുന്നു, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. അവിടെ ബോട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരുന്നു നമ്മൾ പോയപ്പോഴത്തേക്ക്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ബോട്ടിംഗ് നിർത്തി വെച്ചതാണ്. രാത്രിയാണ് സരയൂ റിവറിലോട്ട് പോകേണ്ടത്. അപ്പോൾ അവിടെ ആരതിയൊക്കെ ഉണ്ടെന്നാണ് ChatGPT പറഞ്ഞത്. പക്ഷേ നമുക്കത് വൈകിട്ട് വരെ നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ സരയൂ റിവറിന് ശേഷം നമ്മൾ നേരെ പോയത് ഗുപ്താർ ഹട്ടിലോട്ടാണ്. ഇതാണ് ഗുപ്താർ ഹട്ട്. അവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.